ഭക്തി ഉണ്ടാവാം, ആരിനെ കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി. ഒരു ഫിസിക്സ് പഠിച്ച വ്യക്തി ഈ മുറിയിൽ വന്നാൽ ചിന്തിക്കും ഇവിടെ എല്ലാം ഇലക്ട്രോൺസ് ആണ്. പഠിച്ചാൽ മാത്രം പോരാ, ഫിസിക്സിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. പഠിച്ച ആൾക്കാർ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആരും ചിന്തിക്കില്ല. അതുപോലെ ഗണിതം ചിന്തിക്കുന്ന വ്യക്തി, ഗണിതം തന്നെ എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തി ഒരു മുറിയിൽ കണ്ടാൽ തന്നെ ഇവിടെ കുറെ റൈറ്റ് ആംഗിൾ ഉണ്ട്, അവിടെ കുറെ ട്രിഗ്നോമെട്രി ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. ഇതറിയാത്ത വ്യക്തി പറയും നമ്മളൊക്കെ എന്തിനാ ട്രിഗ്നോമെട്രി പഠിച്ചത്, ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിന്റെ ഒരു ആവശ്യമില്ല, അൽജീബ്ര എന്തിനാ പഠിച്ചത്. അതൊന്നും അത് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ അവസ്ഥ എങ്ങനെ ആയി പോയതെന്നും നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ എന്തിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടും. എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഭഗവത് ദർശനം ഉണ്ടാവും. ഈ ഭഗവത് ദർശനം എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം പറഞ്ഞ പോലെ, അല്ലാതെ വേറെ എവിടുന്നോ ആരോ വന്ന് ഉണ്ടാക്കി എന്തോ ഉണ്ടാക്കുന്നില്ല. നമ്മുടെ രണ്ട് തലമുണ്ട്. ഒന്ന്, നമ്മുടെ വ്യക്തിത്വത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഈ കാണുന്ന വശം, ചെറുപ്പത്തിൽ ഇങ്ങനെ ജനിച്ചു, പിന്നെ ബാലകം, ബാല്യാവസ്ഥ, കൗമാരാവസ്ഥ, യൗവനാവസ്ഥ, പിന്നെ കുറച്ച് വല്ലായി